ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താന്ന് പിള്ളേരെ സ്കൂളൊക്കെ തുറന്നു, എല്ലാവർക്കും നല്ല സന്തോഷമൊക്കെയാണ് മക്കൾക്കൊക്കെ അല്ലേ. സ്കൂളിൽ പോണ ആ തിരക്കും സന്തോഷമൊക്കെ ആയിരുന്നു എല്ലാവർക്കും. ചെറിയ പിള്ളേരൊക്കെ സ്കൂളിൽ പോണ് കാണാനൊക്കെ എന്ത് രസമാണ്. പുതിയ യൂണിഫോമൊക്കെ ഇട്ടിട്ട് അവരിങ്ങനെ പോണ് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഉഷാറായിട്ട് പോണ പിള്ളേർ. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 1-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് വലിയ കരച്ചിലൊന്നുമില്ല. പണ്ടെന്തെന്ന് വെച്ചാൽ ബാലവാടിയൊന്നും ഇല്ലല്ലോ. അപ്പം നേരിട്ട് ഈ 1-ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്തല്ലേ. അപ്പം നേരിട്ട് ഈ 1-ാം ക്ലാസ് കൊണ്ടുപോയി ചേർത്തുമ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്താണെന്ന് വെച്ചാൽ 1-ാം ക്ലാസ്സിൽ കൊണ്ടുപോയി നേരിട്ട് അങ്ങോട്ട് ചേർത്തുമ്പോൾ അമ്മയൊക്കെ ഒരു വാതിൽ കൂടെ ഇറങ്ങിപ്പോരുമ്പോൾ മറ്റേ വാതിൽ കൂടെ അമ്മയുടെ പിന്നാലെ ഞാനും ഇറങ്ങിപ്പോവും. ഞാനെന്നല്ല, അങ്ങനെ പല പിള്ളേരും അങ്ങനെയായിരുന്നു. അങ്ങനെ സ്കൂളിൽ പോകാനൊക്കെ മടിയായിരുന്നു, കരച്ചിലൊക്കെ ആയിരുന്നു അന്നൊക്കെ. ഇന്നെന്താണെന്ന് വെച്ചാൽ ഇന്ന് ബാലവാടികളൊക്കെ ഉള്ള കാരണം ഇന്നത്തെ 1-ാം ക്ലാസ്സിലെ ടീച്ചേഴ്സിനൊന്നും അത്ര പണിയില്ല. കാരണം അവർ ഈ ബാലവാടികളിലൊക്കെ പോയിട്ട് അവർ കളി ചിരിയൊക്കെ ആയിട്ട് കുട്ടികളെയൊക്കെ ആയിട്ടുള്ള ഇടപഴകിയിട്ടുള്ള പരിചയം അവർക്കായി. അത് കാരണം 1-ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അവർക്ക് അത്ര വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇപ്പോൾ അവർ കാണിക്കാറില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ 1-ാം ക്ലാസ്സിലെ ടീച്ചർമാർക്കൊന്നും പണ്ടത്തെ ടീച്ചർമാർ അത്ര ഒരു വലിയൊരു കുട്ടികളെ മെരുക്കിയെടുക്കാനുള്ളൊരു വലിയ പരിപാടിയൊന്നും വേണ്ട. അവർ ഓൾറെഡി ഒക്കെ മയപ്പെട്ടിട്ട് തന്നെയാണ് ചെല്ലുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എന്നാലും ആ 1-ാം ക്ലാസ്സിൽ പുതിയ പിള്ളേർ ചെല്ലണമൊക്കെ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ് അല്ലേ. കുട്ടികളങ്ങനെ എല്ലാവരെയും കൂടെ പുതിയ യൂണിഫോമും ബാഗും ഒക്കെ ഇങ്ങനെ തോളത്ത് വെച്ചിട്ട് ഇങ്ങനെ പോണ് കാണാനൊക്കെ. ഇന്നിപ്പോൾ പോണ് കാണാമെന്ന് പറഞ്ഞാൽ സ്കൂളിൽ ചെന്ന് ഇറങ്ങണതേ കാണുള്ളൂ. സ്കൂൾ വണ്ടികളല്ലേ. പണ്ടല്ലേ ഇപ്പോൾ ഈ നടന്നു പോണ പരിപാടികളൊക്കെ ഉള്ളൂ. ഇന്നിപ്പോൾ അങ്ങനെ നടന്നു പോക്കൊന്നുമില്ലല്ലോ ആരും. എല്ലാവരും വണ്ടിയിൽ പോണ ആൾക്കാരാണ്. അവനവൻ്റെ വീട്ടിൻ്റെ പടിക്കുന്ന കയറുന്നു, വീടിൻ്റെ പടിക്കൽ വന്ന് ഇറങ്ങണു, അങ്ങനെയാണ്. എന്തായാലും പുതിയ വളർന്നു വരുന്ന തലമുറ എല്ലാ നന്മകളും ഉണ്ടായിട്ട് വളർന്നു വരട്ടെ അവരല്ലേ. നല്ല പഠിച്ച് നല്ല പിള്ളേരായി നല്ല സ്വഭാവമായി ഭാവിയിലേക്ക് ഉള്ള വാഗ്ദാനങ്ങളായിട്ട് നന്നായിട്ട് വളർന്നു വരട്ടെ അവർ. എല്ലാ കൊല്ലവും പറഞ്ഞ മാതിരി പിള്ളേർ സ്കൂളിൽ പോണ സമയത്ത് ഒരു മഴ ഗംഭീരമാണ്. ഇപ്രാവശ്യം പിന്നെ അതെന്തോ കുരുത്തം പോലെ അതൊന്നും ഉണ്ടായില്ല. അതിന് മുന്നേ തകർത്ത് പെയ്തുല്ലോ അല്ലേ, അതുകൊണ്ടാവും. അപ്പം ഇന്നിങ്ങനെ പിള്ളേർ പോകണ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, പണ്ടാണെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ടീച്ചേഴ്സിന്. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല ടീച്ചേഴ്സിന്. ബുദ്ധിമുട്ടില്ല എന്നല്ല പറയണത്, എന്നാലും പണ്ടത്തെ അത്ര ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പോൾ പിള്ളേരെ മെരുക്കിയെടുക്കാൻ. അപ്പോൾ എന്തായാലും ഒരു പുതിയ കാൽവെപ്പാണ് പിള്ളേർക്ക്. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവട്ടെ. പുതിയ ക്ലാസ്സിൽ ചെന്ന് ചേർന്ന പിള്ളേർക്കും പഴയ പിള്ളേർക്കും എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ അല്ലേ.